വെൽക്കം ടു ഹരിശ്രീ ക്ലാസ്സസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പേജ് നമ്പർ 82. First paragraph. But that is the beauty of it, I replied. God has created variety of things in this universe. Fruits and edible roots, grass, grain, flowers, water, air, warmth and light. Now, while we are the owners of this land, without a doubt, the birds, beasts, reptiles and insects too have a right to these things, just as we have. God has made them for all the creatures, and we had better remember that occasionally. Are you saying rats have a right as well? My wife asked. They don't seem to think we humans have any. They go about as though the earth belongs to them, she said. So we go around killing them. How sad that we kill rats to let our own life undisturbed. What we need is a new scientific way of living, a new way that helps us to live without killing any living creature. Anyway, I had no taste for killing rats or anything else. While that so, however, I had to do something soon about our coconuts. We needed them. They formed a part of our daily food. But what could I do? I wondered. While I was still wondering, my wife decided to take things into her own hands one day. She spent shopping for 2 hours and bought many things. One was a large tin of rat poison. The poison was mixed with bananas, rice, tapioca, and left everywhere in the compound. In 4 days, 5 hens, 12 squirrels, 200 rats, and a cat disappeared. But the tender coconuts went on falling. Everyone now accused the owls. They peck at the tender coconuts. A few months later, however, the real culprits were found out, the bats. After dusk, huge bats came in swarms and flew straight to the palms where the tender coconuts hung. Clinging to the outer coverings of the coconuts, they gnawed into them from the softest sides at the top. When they had cut through the kernel within, they sucked out sweet, nourishing water stored inside and flew away satisfied. Let's buy a gun, said my wife. We can shoot the bats, the foxes, and the polecats with it. ആശയം. പക്ഷേ അതാണതിൻ്റെ ഭംഗി, ഞാൻ മറുപടി പറഞ്ഞു. പഴങ്ങൾ, ഭക്ഷ്യയോഗ്യമായ കിഴങ്ങുകൾ, പുല്ല്, ധാന്യം, പൂക്കൾ, ജലം, വായു, ചൂട്, പ്രകാശം എന്നിങ്ങനെ വ്യത്യസ്തമായ വസ്തുക്കൾ ദൈവം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരെന്ന നിലയിൽ നമുക്കുള്ളതുപോലെ പക്ഷികൾക്കും ജന്തുക്കൾക്കും ഉരഗങ്ങൾക്കും പ്രാണികൾക്കുമെല്ലാം ഈ വസ്തുക്കളുടെ മേൽ അവകാശമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ദൈവം എല്ലാ ജീവജാലങ്ങൾക്കുമായിട്ടാണ് ഇവയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യം വല്ലപ്പോഴെങ്കിലും നാം ഓർക്കുന്നത് വളരെയധികം നന്നായിരിക്കും. എലികൾക്കും ഇത്തരത്തിൽ അവകാശമുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എൻ്റെ ഭാര്യ ചോദിച്ചു. നമ്മൾ മനുഷ്യർക്ക് എന്തെങ്കിലും അവകാശമുണ്ടെന്ന് അവ ചിന്തിക്കുന്നതായി തോന്നുന്നില്ല. ഈ ഭൂമി അവയുടേതാണ് എന്ന തരത്തിലാണ് അവയുടെ പോക്ക്, അവൾ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ചുറ്റിക്കറങ്ങി നടന്ന് അവയെ കൊന്നൊടുക്കി. നമ്മുടെ ജീവിതത്തിൽ ശല്യമുണ്ടാക്കാതിരിക്കാനായി എലികളെ കൊല്ലുക എന്നത് എത്ര സങ്കടകരമാണ്. നമുക്ക് ആവശ്യം ശാസ്ത്രീയമായ ഒരു പുതിയ ജീവിത രീതിയാണ്. ഒരു ജീവിയെയും കൊല്ലാതെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുതിയ രീതി. എന്തായിരുന്നാലും എലികളെയോ മറ്റെന്തെങ്കിലും വസ്തുക്കളെയോ ജീവികളെയോ കൊല്ലാനോ ഉള്ള താല്പര്യം എനിക്കുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും തേങ്ങയുടെ കാര്യത്തിൽ എനിക്ക് ഉടനെ തന്നെ ചിലതൊക്കെ ചെയ്യേണ്ടി വന്നു. ഞങ്ങൾക്കവ ആവശ്യമായിരുന്നു. ഞങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായി അവ മാറിയിരുന്നു. പക്ഷേ എനിക്കെന്തു ചെയ്യാൻ കഴിയും? ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ എൻ്റെ ഭാര്യ തീരുമാനിച്ചു. അവൾ 2 മണിക്കൂർ നേരത്തേക്ക് കടയിൽ പോയി കുറേ സാധനങ്ങൾ വാങ്ങി. ഒന്ന് ഒരു വലിയ തകരപാത്രം നിറയെ എലിവിഷമായിരുന്നു. ഏത്തപ്പഴം, ചോറ്, കപ്പ എന്നിവയുമായി വിഷം കൂട്ടിക്കലർത്തി വളപ്പിനുള്ളിൽ എല്ലായിടത്തും വെച്ചു. 4 ദിവസങ്ങൾക്കുള്ളിൽ 5 കോഴി, 12 അണ്ണാൻ, 200 എലികൾ, ഒരു പൂച്ച എന്നിവ അപ്രത്യക്ഷമായി. പക്ഷേ കരിക്കുകൾ വീണുകൊണ്ടേയിരുന്നു. എല്ലാവരും മൂങ്ങകളെ കുറ്റപ്പെടുത്തി.
അവ കരിക്കിൽ കൊത്താറുണ്ട്. എന്തായിരുന്നാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ശരിയായ കുറ്റവാളികൾ കണ്ടെത്തപ്പെട്ടു. വവ്വാലുകൾ. സൂര്യാസ്തമയത്തിന് ശേഷം വലിയ വവ്വാലുകൾ പറ്റമായി കരിക്കുകൾ തൂങ്ങിക്കിടക്കുന്ന തെങ്ങുകളിലേക്ക് പറന്നെത്തി. തേങ്ങയുടെ പുറംതോടിൽ പറ്റിപ്പിടിച്ചു കിടന്ന് മുകളിലുള്ള മൃദുവായ വശങ്ങളിൽ നിന്നും അവ തേങ്ങയുടെ ഉള്ളിലേക്ക് കരണ്ടു. അകത്തെ പരിപ്പ് മുറിച്ചതിനു ശേഷം ഉള്ളിൽ സംഭരിച്ചിരിക്കുന്ന മധുരമുള്ള പോഷകപ്രദമായ വെള്ളം വലിച്ചു കുടിച്ച് അവ സംതൃപ്തരായി പറന്നുപോയി. നമുക്കൊരു തോക്ക് വാങ്ങാം, എൻ്റെ ഭാര്യ പറഞ്ഞു. നമുക്ക് അതുകൊണ്ട് വവ്വാലുകളെയും കുറുക്കന്മാരെയും വെരുകുകളെയും എല്ലാം വെടിവെക്കാം. Not me, I said. Guns should never have been invented. But alas, a few days later, my wife's cousin turned up with a grim-looking gun. He said, nearly 3,000 coconuts are destroyed every day. These bats are the pests. But there is no point in shooting bats down at this spot. On a little islet nearby stands an old temple. Next to it grow a pair of banyan trees. You can see at least 3,000 bats hanging on the twigs of the banyan trees. I'm going to kill them all. I prayed fervently. Oh, bats, bats, save your lives. It was astonishing. It was a miracle. The bats were saved. My wife and her cousin came back in about 2 hours' time looking really scared. My wife said, we just managed to escape narrowly. There are some houses around the temple. When we arrived at the place, 100 people with weapons surrounded us within minutes. They looked menacing. If we shot at the bats, they said they would kill us. Do you know why? They believe that the bats are the souls of their ancestors. I took a decision then. I said firmly, bats are no ancestors of ours, but they are among God's countless creations. Let the coconuts be destroyed. That doesn't matter. Let us be satisfied with what is left after they have taken their share. They certainly have a right to the coconuts. All living things are the rightful inheritors of the earth. ഞാൻ പറഞ്ഞു, തോക്കുകൾ ഒരിക്കലും കണ്ടുപിടിക്കപ്പെടാനേ പാടില്ലായിരുന്നു. പക്ഷെ കഷ്ടം, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ കസിൻ ഒരു പേടിപ്പെടുത്തുന്ന തോക്കുമായി പ്രത്യക്ഷപ്പെട്ടു. അവൻ പറഞ്ഞു, ഏകദേശം 3000 തേങ്ങയാണ് ഓരോ ദിവസവും നശിപ്പിക്കപ്പെടുന്നത്. ഈ വവ്വാലുകളാണ് ശല്യക്കാർ. പക്ഷേ അവയെ ഇവിടെ വെച്ച് വെടിവെക്കുന്നതിൽ കാര്യമില്ല. സമീപത്തുള്ള ഒരു ചെറിയ ദ്വീപിൽ ഒരു പഴയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന് സമീപത്തായി 2 ആൽമരങ്ങൾ വളരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3000 വവ്വാലുകൾ ആൽമരങ്ങളുടെ ശാഖകളിൽ തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ അവയെ എല്ലാം കൊല്ലാൻ പോവുകയാണ്. ഞാൻ ഭക്തിയോടെ പ്രാർത്ഥിച്ചു, അല്ലയോ വവ്വാലുകളെ, നിങ്ങളുടെ ജീവൻ നിങ്ങൾ രക്ഷിക്കുക. അത് അതിശയകരമായിരുന്നു. അതൊരു അത്ഭുതമായിരുന്നു. വവ്വാലുകൾ രക്ഷപ്പെട്ടു. ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഭാര്യയും അവളുടെ കസിനും മടങ്ങിയെത്തി. അവൾ ശരിക്കും ഭയപ്പെട്ടതുപോലെ കാണപ്പെട്ടു. എൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾക്ക് കഷ്ടിച്ച് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നേയുള്ളൂ. ആ ക്ഷേത്രത്തിന് ചുറ്റും ഏതാനും വീടുകളുണ്ട്. ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയപ്പോൾ 100 കണക്കിന് ആളുകൾ ആയുധങ്ങളുമായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളെ വളഞ്ഞു. അവർ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു സംസാരം. ഞങ്ങൾ വവ്വാലുകളെ വെടിവെച്ചാൽ അവർ ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു. എന്താ കാര്യം നിങ്ങൾക്കറിയാമോ? വവ്വാലുകൾ തങ്ങളുടെ പൂർവികരുടെ ആത്മാക്കളാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഞാനപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, വവ്വാലുകൾ നമ്മുടെ പൂർവികരൊന്നുമല്ല, എന്നാൽ ദൈവത്തിൻ്റെ അസംഖ്യം സൃഷ്ടികളിൽ പെട്ടതാണവ. തേങ്ങകൾ നശിപ്പിക്കപ്പെട്ടോട്ടെ, അത് സാരമില്ല. അവയുടെ പങ്ക് എടുത്തതിനു ശേഷമുള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. നിശ്ചയമായും അവയ്ക്ക് തേങ്ങയുടെ മേൽ അവകാശമുണ്ട്. എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളാണ്. എഡിബിൾ, ഭക്ഷ്യയോഗ്യമായ. അക്യൂസ്, കുറ്റം ആരോപിക്കുക. കൾപ്രിറ്റ്, കുറ്റവാളി. ഡസ്ക്, സന്ധ്യ. നൗ, കാർന്ന് തിന്നുക, കരണ്ട് തിന്നുക. കേർണൽ, പരിപ്പ്. ഗ്രിം, ഉഗ്രമായ. ട്വിഗ്, ചുള്ളിക്കമ്പ്. ഐലറ്റ്, ചെറുദ്വീപ്. വിളകൾ നശിപ്പിക്കുന്ന ജീവി, പെസ്റ്റ്. ബാനിയൻ ട്രീ, ആൽമരം. പോൾകാറ്റ്, വെരുക്. ഫെർവെൻ്റ്ലി, വികാര തീവ്രതയോടെ. സ്കെയർഡ്, പേടിച്ച. മെനേസിങ്, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള. Thank you.